ഇറാനിലെ സ്റ്റീൽ പ്ലാന്റ് ആക്രമിച്ച ഇസ്രായേലിന് തിരിച്ചടി നൽകി ഇറാൻ. ഇസ്രായേലിലെ ബീർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുതെന്നും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി. ഫാക്ടറിയിലെ തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ബീർഷേബ നഗരത്തിന്റെ ദക്ഷിണഭാഗത്തുള്ള ന്യോട്ട് ഹോവാബ് മേഖലയിലെ ഫാക്ടറിയിലാണ് മിസൈൽ ആക്രമണം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട് ഇസ്രായേലും യുഎസും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനും ഹിസ്ബുള്ളയ്ക്കും പുറമെ ഹൂത്തികളും കൂടി പോർമുഖം തുറന്നതോടെ ഇസ്രായേൽ ജാഗ്രതയിലാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളും ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള കടുത്ത പോരാട്ടവും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വടക്ക് നിന്ന് ഹിസ്ബുള്ളയും കിഴക്ക് നിന്ന് ഇറാനും ആക്രമണം നടത്തുമ്പോൾ തെക്ക് ഭാഗത്തു നിന്ന് യമനിലെ ഹൂത്തി വിമതരും ഇസ്രായേലിനെതിരെ നീങ്ങുന്നുണ്ട്. ഇതോടെ ഒരേ സമയം 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണിയെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന നേരിടുന്നത്. എന്നാൽ ഈ ഭീഷണിയെ നേരിടും എന്നതാണ് ഇസ്രായേൽ വിലയിരുത്തൽ. അതേസമയം ലബനൻ അതിർത്തിയിലാണ് നിലവിൽ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുന്നത്. തെക്കൻ ലബനിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ രാജ്യത്തെ പ്രധാന ആണവ നിലയങ്ങൾക്കും ഉരുക്ക് ഫാക്ടറികൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നു പേരിട്ട സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിലെ അരാഖ് ഹെവി വാട്ടർ പ്ലാന്റും യാസ്തിലെ യുറേനിയം ഖനന കേന്ദ്രവും തകർത്തു. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്ലൂട്ടോണിയം, യുറേനിയം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. അരാഖ് പ്ലാന്റിലെ പ്ലൂട്ടോണിയം ഉൽപ്പാദനം തടയാനും യാസ്തിലെ യുറേനിയം സമ്പുഷ്ടീകരണം തടസ്സപ്പെടുത്താനുമാണ് ഈ നീക്കമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ആണവ നിലയങ്ങൾക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഇസ്ഹാനിലെയും ഖുസേസ്താനിലെയും 2 വലിയ ഉരുക്കു ഫാക്ടറികൾക്ക് നേരെയും ശക്തമായ ആക്രമണമുണ്ടായി. ഇസ്ഹാനിലെ മൊബാരക്കെ സ്റ്റീൽ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഖുസസ്താനിലെ ഫാക്ടറിയിൽ 16 തൊഴിലാളികൾക്കാണ് പരിക്ക് പറ്റിയത്. ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. കൂടാതെ ചർച്ചകൾ നന്നായി പോകുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ നയത്തിന് വിരുദ്ധമായി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഈ നടപടിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാങ്ചി മുന്നറിയിപ്പ് നൽകി. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ സിവിലിയൻ കേന്ദ്രങ്ങളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കി. ആക്രമണത്തെ തുടർന്ന് ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ്, തബ്രീസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം മണിക്കൂറുകളോളം സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടത് ജനങ്ങളിൽ കടുത്ത ഭീതി പടർത്തിയിട്ടുണ്ട്. സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ പലയിടത്തും കെട്ടിടങ്ങൾ കുലുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്.